ഞാൻ ഇങ്ങനെ കാള പോയെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇതിനകത്ത് പണി ചെയ്തുകൊണ്ടിരുന്നു, കണ്ടില്ലായിരുന്നു. കാള ഇടിച്ചാ? അയ്യോ, അമ്പലത്തിന്റെ ആ സൈഡിൽ ഇവനെ പിടിച്ച് കിട്ടിയേക്കുന്നതാണ്. പിന്നെ ഇവിടുന്ന് ഒരു ആ വെള്ളക്കാളയും കൂടെ കൊണ്ടുപോയിട്ടാണ് ഇതിനെ രണ്ടിനെയും കൂടെ ഇവർ കൊണ്ടുവന്നത്. നമസ്കാരം. ഏകദേശം ഒരു 2 മണിക്കൂറോളം ആറ്റിങ്ങൽ നഗരത്തെ കിടുകിട വിറപ്പിച്ച കാളക്കൂറ്റനാണ് എൻ്റെ തൊട്ട് പിറകിൽ നിൽക്കുന്നത്. ഇതിവിടെ മാംസത്തിന് വേണ്ടി അറക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു കാളയാണ്. ഇത് ഉച്ചയ്ക്ക് ഒരു 12 മണിയോടുകൂടി കെട്ടഴിഞ്ഞ് ഓടുകയായിരുന്നു. ഓടുക എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, പോകുന്ന വഴിക്ക് തന്നെ കുമാരി എന്ന 54 വയസ്സുള്ള ചേച്ചിയെ ഇടിച്ച് തെറിപ്പിച്ചു. അവരിപ്പോൾ വളരെ ഇത്തിരി ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഓ, ഞാനും ആ വണ്ടി വിട്ട് ചാടി ഇറങ്ങാണ് ചെയ്തത്, രക്ഷോടെയാണ് ചെയ്തത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആ നമ്മുടെ പഴയ കൗൺസിലർ മണിയണ്ണ ഇല്ലേ, മണിയണ്ണൻ്റെ വീടിൻ്റെ അവിടെ വെച്ച് അതങ്ങ് ക്രോസ് ചെയ്ത് പോയി. പിന്നെ ഞാൻ ആറ്റിങ്ങൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്ക് കാണണമെന്ന് പറഞ്ഞാൽ ഈ ചേച്ചി റോഡിൽ കിടക്കുന്നു. പിന്നെ ഫയർ വണ്ടി വന്ന് എപ്പോഴും എടുത്തോണ്ട് പോയവരാ. ഇപ്പോൾ അവർ കോസ്മോയിലാണ്. കാള ഓടുന്ന ഞാൻ കണ്ടായിരുന്നു. അത് പിന്നെ നേരെ അങ്ങാണ് പോയത്. അപ്പോൾ ഇവരും കൂടെ പോയി പിടിക്കാൻ വേണ്ടി പോയിട്ട് പിന്നെ ഇവരെ എവിടെ ഇട്ടാണ് പിടിച്ചതെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പറയണം, ഒരു കുമാരി എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ ഇടിച്ച് അത് സീരിയസ് ആയിട്ട് കിടക്കണമെന്ന് എനിക്കും പിടിക കോളേജിൽ അവിടെ ഒരാൾ കിടപ്പുണ്ട്, പ്രേമേണ്ണൻ. പുള്ളി വിളിച്ച് പറഞ്ഞു സീരിയസ് ആണെന്ന് പറഞ്ഞു. തലയും പൊട്ടിയെന്ന് പറഞ്ഞിട്ട് ഉണ്ടാ അങ്ങനെ ഇത് കരക്കെ വെച്ച് അമ്പലമില്ലേ, അമ്പലത്തിന്റെ ആ സൈഡിൽ ഇവനെ പിടിച്ച് കിട്ടിയേക്കുന്നതുണ്ട്. പിന്നെ ഇവിടുന്ന് ഒരു ആ വെള്ളക്കാളയും കൂടെ കൊണ്ടുപോയിട്ടാണ് ഇതിനെ രണ്ടിനെയും കൂടെ ഇവർ കൊണ്ടുവന്നത്. ഇത് അലക്ഷ്യമായിട്ടാണ്ട് ഇവിടെ കെട്ടിയിരുന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ കെട്ടഴിഞ്ഞു പോയത് കയറ് കുറവായിരുന്നു അതിൽ. കയറ് ചെറിയ കനം കുറഞ്ഞ കയറായിരുന്നു, അതിലാണ് അത് പോയത്. ഈ സ്കൂളൊക്കെ കിടക്കുകയല്ലേ, നമ്മളെ സ്കൂളും എപ്പോഴും കുട്ടികളും സ്കൂൾ സമയമായതുകൊണ്ട് ഒരു വലിയ അപകടം ഒഴിവായി. പിന്നെ ഈ ചേച്ചിക്ക് ഇത്തിരി ഇതാണെന്നാണ് ഹോസ്പിറ്റലാണ് അവരെ അഡ്മിറ്റ് ചെയ്തേക്കുന്നത്. ഹോസ്പിറ്റലിൽ കേട്ടാ എന്തിനാണെന്നുള്ള ബാക്കി കാള ഇങ്ങനെ പോണത് നമ്മൾ കണ്ടു. ഇതാര് അപ്പോൾ എവരും കൂടെ കണ്ടു കണ്ടു. സത്യം പറഞ്ഞാൽ ഇതിപ്പം ചേട്ടൻ പറഞ്ഞ കണക്ക് സ്കൂള് വിട്ട സമയമോ ഇന്റർവ്യൂ സമയമോ ഉച്ചയ്ക്ക് നിങ്ങളൊക്കെ പോകുമ്പോഴാണെങ്കിൽ എന്ത് പറ്റുമായിരുന്നു? അതല്ലേ കുഴപ്പം. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ കാള കെട്ടഴിഞ്ഞ് ഓടി കണ്ടായിരുന്നു ചേട്ടൻ കാളെ? ഞാൻ ഇങ്ങനെ കാള പോയെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇതിനകത്ത് പണി ചെയ്തുകൊണ്ടിരുന്നു, കണ്ടില്ലായിരുന്നു. കാള ഇങ്ങനെ പോയെന്ന് പറഞ്ഞു ഇറങ്ങി ഓടിയ ആൾക്കാർ ഓടിയപ്പോൾ ഞാൻ ഇറങ്ങി നോക്കിയിട്ട് കാളെ കണ്ടില്ല. അങ്ങോട്ട് പോയെന്ന് ആരാ? കാള ഇടിച്ചാ? അയ്യോ, നമ്മളല്ലേ ഇല്ല. അത് ശരി, നമ്മൾ അറിഞ്ഞില്ല. അടിച്ച് വന്ന് ഇതിലെ ഈ വഴിയെ കയറി വന്നിട്ട് ഇങ്ങനെ നല്ല ഞാൻ കിടന്ന് വിളിയിട്ടപ്പോൾ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി അങ്ങ് ഓടിക്കളഞ്ഞു. ചേച്ചി പിടി കിട്ടിയില്ല എനിക്ക്, എന്നെ തട്ടിച്ചിട്ട് അവളെ കൊച്ചാന്ന് വിചാരിച്ചത്. രക്ഷപ്പെട്ടു അവള്. ഇതിലേക്ക് ഓടിച്ചാടി പോയവര്. ഞങ്ങളിവിടെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇതിന്റെ വിളി കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ഇതുവഴി എടുത്ത് ചാടിപ്പോയി. ഇതുവഴി ഇതിൽ കൂടെ പടി കൂടെ ഇങ്ങനെ കയറി എടുത്തിയാടി അങ്ങോട്ട് ഓടി. അപ്പോൾ ഒരു വണ്ടി ഇങ്ങോട്ട് അവർ ഒതുക്കി, അതങ്ങോട്ട് ഓടി. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്പോട്ടിൽ വിളിച്ചാണ് ആ ഒരു ചേച്ചിയെ ആ കാള ഇടിച്ച് വീഴ്ത്തിയത്. അവരുടെ സ്ഥിതി ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നാണ് നാട്ടുകാരൊക്കെ ഞങ്ങളോട് പറഞ്ഞത്. ഏതായാലും വലിയൊരു അപകടമാണ് കാരണം ഇവിടെ 2 സ്കൂളുകളോളം ഉള്ളൊരു പ്രദേശം കൂടിയാണ്. സ്കൂൾ വിട്ട സമയമോ ഇൻ്റർവെൽ സമയമൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അപകടത്തെ വ്യാപ്തി ഇതിലും വലുതായേനെ. ഭാഗ്യത്തിന് അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷേ ഒന്നും അറിയാത്ത നിരപരാധിയായ ചേച്ചിയാണ് അത് കാള ഇടിച്ചിട്ടത് എന്ന് പറയാൻ പറ്റുക. ഇങ്ങനെയുള്ള അപകടമൊന്നും മുൻകൂട്ടി കാണാൻ പോലും കഴിയില്ല. പിറകെ നിന്നായിരുന്നു തോന്നുന്നു ഇടിയെന്നാണ് ആൾക്കാരൊക്കെ പറയുന്നത്. എങ്കിലും ആ ചേച്ചിയുടെ ഹെഡ് ഇഞ്ചുറിയാണ്, ഇത്ര സീരിയസ് ആണെന്ന് നാട്ടുകാർ പറയുന്നത്. വിസ്മയസിനോടെ ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീത് മലയാളം സൈനിങ് ഓഫ്.